സുഹൃത്തുക്കളെ, ചരിത്രം എന്ന് പറയുന്നത് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു രേഖ മാത്രമല്ല, വരാനിരിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളാണ് എന്ന് വിജയൻ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിയുക എന്നുള്ളത് നിർണായകമായ ഒരു കാര്യം ആണ്. കഴിഞ്ഞ കാലം നമ്മെ പഠിപ്പിച്ചത് എന്താണ് എന്ന ചോദ്യവും അതിനോടൊപ്പം ഉയർന്നു വരാതിരിക്കില്ല. ഒരു എഴുത്തുകാരൻ ചരിത്രത്തെ ഭാവനാത്മകമായി പുനഃസൃഷ്ടിക്കുമ്പോൾ അപ്പോൾ ഈ സാധ്യതകളിൽ ചെന്നു തൊടുന്നത് എപ്രകാരമാണ് എന്നതും നിർണായകമായ ഒരു കാര്യമാണ്. അതായത് ഭാവി കാലത്തെ എങ്ങനെയാണ് ആ കൃതി അഭിസംബോധന ചെയ്യുന്നത്, നിലവിലുള്ള ചരിത്രത്തെ ഉപയോഗിക്കുമ്പോഴും ഭാവി കാലത്തെ എങ്ങനെയാണ് അത് അഭിസംബോധന ചെയ്യുന്നത് എന്ന ചോദ്യം വളരെ പ്രധാനമായി തീരും. വിജയമാഷ് പറയുന്ന മറ്റൊരു കാര്യം, ചത്ത ജീവികളുടെ ശരീരം പോലെ കഴിഞ്ഞുപോയ ജീവിതം എന്ന ചരിത്രവും പാകപ്പെടുത്തി ഭക്ഷിക്കാവുന്നതാണ് എന്നാണ്. ഈ പാകപ്പെടുത്തൽ പുതിയ കാലത്തെ എപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത് എന്നുള്ള ചോദ്യവും അവിടെ പ്രസക്തമായി വരും. അത് ഒരു കാലത്തിൽ മാത്രം നിൽക്കുന്ന ഒന്ന് അല്ല എന്ന് നമുക്കറിയാം. ചരിത്രത്തെ ഒരാൾ ഭാവനാത്മകമായി പുനഃസൃഷ്ടിക്കുമ്പോൾ ആ ചരിത്രം അല്ലെങ്കിൽ ആ സംഭവം നടന്ന കാലഘട്ടം, എഴുത്തുകാരൻ അത് എഴുതുന്ന കാലഘട്ടം, വരാനിരിക്കുന്ന ഒരു കാലം, ഇതെല്ലാം ചേർന്ന ഒരു മിക്സ്ചർ ആയി ആ കൃതി അല്ലെങ്കിൽ ആ ഒരു സർഗാത്മക ആവിഷ്കാരം മാറേണ്ടതുണ്ട്. അത്തരത്തിൽ അതൊരു നേർരേഖയിലുള്ള സഞ്ചാരമല്ല എന്ന് നമുക്ക് അറിയാം. അത് വളഞ്ഞും പുളഞ്ഞും കെട്ടിപ്പിണഞ്ഞുമൊക്കെ കിടക്കുന്ന ചരിത്രവും അങ്ങനെ തന്നെയാണ്. അത് ഒരു രേഖീയമായ സഞ്ചാരമല്ല എന്ന് നമുക്കറിയാം. അതിനൊരു സ്പൈറൽ ഘടനയാണ് ഉള്ളത്. അപ്പോൾ മാത്രമേ അതിലെ ഒരു വൈരുദ്ധ്യാത്മകത പുറത്ത് വരികയുള്ളൂ, അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അത്തരത്തിൽ നമ്മൾ ഒരു ചരിത്രത്തെ വിലയിരുത്തുമ്പോൾ. കാരണം നടന്ന സംഭവങ്ങളെല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അതുപോലെയാണ് എന്നോ അല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് മാത്രമാണ് സത്യം എന്നോ ഇല്ലെങ്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതെല്ലാം ഭാവനയാണ് എന്നും ഉള്ള വിലയിരുത്തലുകൾ അവിടെ അപ്രസക്തമായി തീരും. ഇതെല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ അവിടെയുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കേസരി ചരിത്രത്തെക്കുറിച്ച് തൻ്റെ ചരിത്ര ഗവേഷണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ശിവൻ മധ്യ ഏഷ്യയിൽ നിന്ന് ഉള്ളയാളാണ് എന്നൊക്കെ പറയുന്ന കണ്ടെത്തലുകൾ അദ്ദേഹം കണ്ടെത്തൽ നടത്തുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വാക്യം, അങ്ങനെയെങ്കിലും ഇവിടെ ഒരു ഐക്യം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ചരിത്രം എന്ന് പറഞ്ഞാൽ എന്ത് നടന്നു എന്നുള്ളത് കണ്ടെത്തൽ മാത്രമല്ല, അതെന്തായി തീരണം, അതെന്തിനു വേണ്ടിയുള്ളതാകണം എന്ന ഒരു കാര്യം കൂടിയാണ് കേസരി അവിടെ സൂചിപ്പിച്ചത്. CV-യുടെ ചരിത്രാഖ്യായികളിലേക്ക് വരുമ്പോൾ ചരിത്രത്തെ എപ്രകാരമാണ് അദ്ദേഹം സമീപിച്ചത് എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ അപ്പോഴും ഈ വൈരുദ്ധ്യങ്ങളെ തൊടാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. അല്ലാതെ ഒരു ചരിത്രത്തെ തിരസ്കരിക്കുന്ന ഒരു മോശം CV-യും അല്ലെങ്കിൽ മഹത്തായ സൃഷ്ടി നടത്തിയ ഒരു മഹാനായ CV-യും എന്ന് പറയുന്ന ഒരു ദ്വന്ദ്വം അല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം കൂടിക്കലർന്ന, വൈരുദ്ധ്യാത്മകമായി കൂടിക്കലർന്ന ഒരവസ്ഥ CV കൃതികളിൽ ഉണ്ട്. കാരണം CV കൃതികൾ പ്രാഥമികമായി ഒരു അധികാരപക്ഷത്ത് നിൽക്കുന്ന ഒന്നാണ് എന്ന് നമ്മൾക്ക് അനുഭവപ്പെടുന്നതാണ്. രാജഭക്തനും കലാകാരനും എന്ന ലേഖനത്തിൽ EMS കൃത്യമായി തന്നെ സൂചിപ്പിച്ചതും അത് ആണ്. അത്തരത്തിലുള്ള വ്യക്തമായ അടയാളങ്ങൾ CV കൃതികളിൽ ഉണ്ട്. അദ്ദേഹത്തിന് രാജകൊട്ടാരവുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവിടെ നിന്ന് തന്നെയുള്ള ഗവൺമെൻറ് പ്രസ്സിലെ ജോലി ഉണ്ടായിരുന്നു. താമസം ചെറുപ്പകാലത്ത് തന്നെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും അവിടുത്തെ അന്തരീക്ഷത്തിൽ വളരുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതുപോലെ തന്നെ വിരുദ്ധമായ പല അംശങ്ങളും അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്കറിയാം.
അത്തരത്തിൽ തന്നെ ആദ്യ കൃതിയായ മാർത്താണ്ഡവർമ്മ 1883 എഴുതപ്പെട്ടു എന്ന് ഉള്ളൂർ തന്നെ പറയുന്നത്. പക്ഷെ പ്രസിദ്ധീകരിക്കുന്ന 1991 ആണ്. ഇന്ദുലേഖയ്ക്ക് ശേഷം ആണ് അത് പ്രസിദ്ധീകരിക്കുന്നത്. ആ ഒരു കൃതി ചരിത്രത്തെ എപ്രകാരമാണ് വീക്ഷിക്കുന്നത്, നിലവിൽ അറിഞ്ഞ ചരിത്രത്തെ എപ്രകാരമാണ് ആവിഷ്കരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. അന്നത്തെ CVയുടെ ഒരു നിലപാട് ഒക്കെ അതിൽ വളരെ കൃത്യമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട്. മാർത്താണ്ഡവർമ്മയിൽ നമുക്ക് ആ ഒരു ഏകദേശം ഒരു രേഖീയമായ ചരിത്രാഖ്യാനത്തിൻ്റെ സ്വഭാവം നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് മാർത്താണ്ഡവർമ്മ ഒരു മഹത്തായ കൃതി അല്ലാതായി പോകുന്നത്. CV എന്ന നാട്ടുചരിത്രവും അന്നത്തെ കഥകളും പാട്ടുകളും എല്ലാം ആഴത്തിലറിയുന്ന ഒരാൾ ആണ് എന്ന് നമുക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ കൃതികൾ വായിക്കുമ്പോൾ തന്നെ നമുക്കത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒന്നാണ്. പക്ഷേ മാർത്താണ്ഡവർമ്മയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം വളരെ കൃത്യമായ ഒരു രാജപക്ഷത്തു നിന്നുള്ള ഒരു രേഖീയമായ ആഖ്യാനത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ചരിത്രത്തിൽ തന്നെ വികസിക്കാൻ പറ്റുന്ന ഒരുപാട് എലിമെൻറ്റുകൾ അന്ന് ലഭ്യമായിരുന്നു എന്ന് നമുക്ക് അറിയാം. ഇന്ന് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും ഇന്നും പലതും കിട്ടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കഥാപാത്രങ്ങളുടെ ഒരു ആവിഷ്കാരത്തെക്കുറിച്ച്, അസാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്ന് അനന്തപത്മനാഭൻ പടത്തലവൻ എന്ന് പിന്നീട് ധർമ്മരാജയിലും ഒക്കെ വരുന്ന അനന്തപത്മനാഭനാണ്. തിരുമുഖത്ത് പിള്ളയുടെ മകൻ ആയി CV അവതരിപ്പിക്കുകയും ഭ്രാന്തൻ ചാന്താനായിട്ടും ഷംസുദ്ദീനായിട്ടും ഒക്കെ വേഷപ്രസന്നായി നടക്കുകയും ചെയ്യുന്ന ഒരു അഭിജാത കുല യുവാവ് ആയിട്ടാണ് CV അനന്തപത്മനാഭനെ അവതരിപ്പിക്കുക. അത്തരത്തിൽ തന്നെ ഒരു അഭിജാത പ്രണയവും കഴക്കൂട്ടത്ത് കുടുംബത്തിലെ പാറക്കുട്ടിയോടുള്ള ഒരു അഭിജാത പ്രണയവും അദ്ദേഹം സങ്കല്പിക്കുന്നു. എന്നാൽ ഈ അനന്തപത്മനാഭൻ ഒരു സങ്കല്പ സൃഷ്ടി എന്ന നിലയിലാണ് പലപ്പോഴും സുഭദ്രയും അനന്തപത്മനാഭനും സങ്കല്പ സൃഷ്ടികളാണ് എന്ന് പറയുമ്പോഴും അനന്തപത്മനാഭൻ എന്ന പേരിൽ അന്ന് മാർത്താണ്ഡവർമ്മയെ സഹായിച്ചിരുന്ന ഒരാളിനെ കുറിച്ച് ഉള്ള രേഖകൾ പിന്നീട് പുറത്തു വന്നിട്ടുണ്ട്. ഒരുപാട് രേഖകൾ ഉണ്ട്. അതിൽ പ്രധാനം നാടുണർത്തിയ നാടാർ പോരാട്ടങ്ങൾ എന്ന് പറഞ്ഞൊരു പുസ്തകം, പ്രൊഫസർ ഡാർവിൻ്റെ പുസ്തകം. ആ പുസ്തകത്തിൽ അദ്ദേഹം ഇത്തരത്തിൽ തെളിവുകളുടെ ബലത്തിൽ തന്നെ അനന്തപത്മനാഭൻ എന്ന നാടാർ വിഭാഗത്തിൽപ്പെട്ട ഒരു പടത്തലവൻ അന്നുണ്ടായിരുന്നു എന്നും അദ്ദേഹം മാർത്താണ്ഡവർമ്മയുടെ അടുത്ത സുഹൃത്തായിരുന്നു എന്നും അദ്ദേഹത്തിന് നിലമൊക്കെ കരവഴിവായി അനുവദിച്ചു കൊടുത്ത പട്ടയങ്ങൾ, വട്ടെഴുത്തിൽ എഴുതപ്പെട്ട പട്ടയങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് അത്തരത്തിൽ വളരെ അദ്ദേഹത്തിൻ്റെ മാർത്താണ്ഡവർമ്മയുടെ അടുത്ത സുഹൃത്തായിരിക്കുകയും അതേസമയം അന്നത്തെ ജാതീയമായ പ്രശ്നങ്ങൾ കാരണം രാജപക്ഷത്തെ മറ്റ് രാമയ്യൻ ദളവ ഉൾപ്പെടെയുള്ളവരുടെ ശത്രുത സമ്പാദിക്കുകയും ചെയ്ത വ്യക്തി ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. പിന്നീട് ഒരു ഊഹാപോഹം നിലയിൽ, കേട്ടുകേൾവി എന്നുള്ള നിലയിൽ രാമയ്യൻ ദളവ തന്നെയാണ് അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലുന്നത് എന്നും അദ്ദേഹം പറയുന്നുണ്ട്, മറ്റ് രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട്. അതൊക്കെ ഊഹാപോഹങ്ങളായിരിക്കാം. എന്തായാലും അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ വീട് ചാന്നാർ ലഹള സമയത്ത്, മാർമറയ്ക്കൽ സമരം ലഹള സമയത്ത് അദ്ദേഹത്തിൻ്റെ വീട് തകർക്കപ്പെട്ടു എന്നും അനന്തപത്മനാഭൻ്റെ വീട് കൽക്കുളം, പത്മനാഭപുരം കൊട്ടാരത്തിൻ്റെ സമീപത്തുള്ള കൽക്കുളം ഭാഗത്തുള്ള വീട് ആ സമയത്ത് തകർക്കപ്പെട്ടു എന്നും അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ അന്ന് മാർത്താണ്ഡവർമ്മയുടെ ചരിത്രം എഴുതുമ്പോൾ നിഷേധിക്കാൻ പറ്റാത്തൊരു സാന്നിധ്യമായി നിൽക്കുന്ന, അന്ന് തിരുവിതാംകൂറിൽ ഒരുപക്ഷെ അധസ്ഥ വിഭാഗമായി കരുതപ്പെട്ടിരുന്ന ഒരു സമുദായത്തിൽ നിന്നുള്ള ഒരാൾ, അയാളെ CV സമർത്ഥമായി മറ്റൊരു അഭിജാത കുലത്തിലേക്ക്, ഡാർവിൻ തന്നെ അത് സൂചിപ്പിക്കുന്ന, ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ട് സവർണവൽക്കരിച്ച് എടുത്തു എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ചരിത്രത്തിൻ്റെ ഇത് കീഴ്മേൽ മറിക്കുന്ന ഒരു, അല്ലെങ്കിൽ അതിനെ മറ്റൊന്നാക്കി തീർക്കുന്ന ഒരു ഉപജാപം CV, അത്തരത്തിൽ ഒരു ഉപജാപം CV കൃതികളുണ്ട് നമുക്ക് പറയാൻ കഴിയും. അന്നിലവിൽ തന്നെയുള്ള നാട്ടുചരിത്രത്തിൽ അത് ഓട്ടൻ കഥൈ എന്ന് പറയുന്ന നാടൻ പാട്ടിൽ
വളരെ കൃത്യമായ അനന്തപത്മനാഭനെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ പ്രചരിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ സി വിക്ക് അറിയുമായിരുന്നു എന്ന് സി വിയുടെ നോവലുകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ അദ്ദേഹം ആ ഭാഗത്തെ മാറ്റി മറിക്കുന്നു. മറ്റൊന്ന്, വലിയ തമ്പി കുഞ്ചുതമ്പി കഥ എന്ന് പറഞ്ഞിട്ട് വളരെ പ്രസിദ്ധമായ, തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു നാടൻ പാട്ട് ആണ്. തമ്പിമാരുമായിട്ട് ഉള്ള, അത് തമ്പിമാരുടെ പക്ഷത്ത് നിന്നുണ്ടുള്ള, മാർത്താണ്ഡവർമ്മ രാജപക്ഷത്ത് നിന്ന്, മാർത്താണ്ഡവർമ്മയുടെ പക്ഷത്ത് നിന്നുള്ളൊരു ആഖ്യാനമാണ് എന്നുള്ളത് പോലെ തന്നെ തമ്പിമാരുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു ആഖ്യാനമാണ് വലിയ തമ്പി കുഞ്ചുതമ്പി കഥ. അവിടെ തമ്പിമാരെ മാർത്താണ്ഡവർമ്മ ചതിച്ചു കൊല്ലുന്നു എന്നൊക്കെ രീതിയിലുള്ള ആഖ്യാനമാണ് അത്. അതൊരു പക്ഷേ അദ്ദേഹം സ്വീകരിക്കണമെന്നില്ല. പക്ഷേ അതിലൊരു കഥാപാത്രം, അന്ന് തിരുവിതാംകൂറിൽ വളരെ കാലം ഏറ്റവും നാട്ടുമൊഴി വഴക്കത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥാപാത്രം ആണ് തമ്പിയുടെയും അനുജൻ്റെയും അവരുടെ ഇളയ സഹോദരിയായ ഉമ്മിണിത്തങ്ക എന്ന കഥാപാത്രം. ഭാവന കൊണ്ട് ഒരുപാട് വികസിപ്പിക്കാൻ സാധ്യതയുള്ളൊരു കഥാപാത്രമാണ് നാട്ടുവഴക്കത്തിൽ കാണുന്ന ഉമ്മിണിത്തങ്ക. അദ്ദേഹം മാർത്താണ്ഡവർമ്മയെ പ്രണയിച്ചിരുന്നു എന്നും അവസാനം അവർ തമ്മിൽ പ്രണയമായിരുന്നു എന്നും ഒടുവിൽ തൻ്റെ സഹോദരന്മാരെ മാർത്താണ്ഡവർമ്മ വധിച്ചതിൽ മനം നൊന്ത് നാവ് പിഴുത് ആത്മഹത്യ ചെയ്തു. പിന്നീട് യക്ഷിയായി ആരാധനാമൂർത്തിയായി മാറി. തെക്കൻ പാട്ടിൻ്റെ ഒരു സ്ഥിരം രീതിയാണത്. അങ്ങനെ ഒരു തെക്കൻ പാട്ട് പ്രചാരത്തിലുണ്ട്. പക്ഷെ ആ ഒരു സ്വീകരിക്കാമായിരുന്ന ഒരു വളരെ മാർത്താണ്ഡവർമ്മയുടെ പ്രണയം ഉള്ള വളരെ ആഖ്യാന സാധ്യതകളുള്ള ഒരു കഥാപാത്രത്തെ സി വി വിട്ടുകളയുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. മാർത്താണ്ഡവർമ്മയെ ആദർശവൽക്കരിച്ചെടുക്കുക. ഇപ്പോൾ ഈ പ്രണയം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, സങ്കീർണതകളുണ്ടാകും. ഈ രേഖീയമായ ആഖ്യാനം മാറും, കുറച്ചുകൂടി സങ്കീർണമായ ഒരു ആഖ്യാനത്തിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന ഒരു പ്ലോട്ട് മാർത്താണ്ഡവർമ്മയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം മാർത്താണ്ഡവർമ്മ ഒരു വായിക്കാൻ രസമുള്ള കൃതി, അല്ലെങ്കിൽ സി വിയുടെ പ്രതിഭയുടെ തുടക്കത്തിൽ അതൊക്കെ പല സ്ഥലങ്ങളിലായി വെളിവാകുന്ന സന്ദർഭങ്ങളുള്ള കൃതി എന്നതിനപ്പുറത്തേക്ക് മാർത്താണ്ഡവർമ്മയെ ആരും ചർച്ച ചെയ്യാത്തത്. അപ്പോൾ അത്തരത്തിൽ, എന്നാൽ അതിനകത്ത് തന്നെ ഇപ്പോൾ വലിയ തമ്പി വലിയ സർവാധികാരിക്കാർ എന്നൊരു കഥാപാത്രത്തെ അദ്ദേഹം അതിനകത്ത് അവതരിപ്പിക്കുന്നു. രാജാവ് മരണശയ്യയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഊണും ഉറക്കവും ഉപേക്ഷിച്ച് രാജാവിനെ സേവിക്കുന്നു എന്ന് സി വി എഴുതുന്നുണ്ട്. അതേസമയം തന്നെ അതിൻ്റെ അവസാനം അദ്ദേഹം എഴുതുന്നത്, അന്ന് അദ്ദേഹത്തിന് കാപ്പിയോ ചായയോ മുതലായ പാനീയങ്ങളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് വീട്ടിൽ പോകാൻ തക്ക കാരണങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. അത് കാപ്പിയും ചായയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വീട്ടിൽ പോയി അതൊക്കെ കുടിച്ചേനെ. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കഴിഞ്ഞു എന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മരണത്തെ, അല്ലെങ്കിൽ രാജാവിനെ തന്നെ ഹാസ്യവൽക്കരിക്കുന്ന, അതായത് സ്വാമിഭക്തി എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ സിവിയുടെ കാലത്തും ഒരുപക്ഷെ കുറേ കാലം ഇപ്പുറത്തോട്ടും ഇപ്പോഴും ചിലരിലൊക്കെ നിലനിൽക്കുന്ന തിരുവിതാംകൂറിലെ രാജഭക്തി എന്ന് പറയുന്ന ഒരു ഒന്നിനെ അട്ടിമറിക്കുന്ന ഒരു മനോഹരമായ സന്ദർഭം മാർത്താണ്ഡവർമ്മയിൽ അത്തരത്തിൽ ഉണ്ട്. കാരണം സർവാധികാരിക്കാരുടെ രാജഭക്തി എന്ന് പറയുന്നത് ഒരു കാപ്പിയോ ചായയോ പോലുള്ളൊരു പാനീയം ഉണ്ടായിരുന്നെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ എന്ന രീതിയിൽ വളരെ ഇതായിട്ട് അദ്ദേഹം അവതരിപ്പിക്കുന്നു. അതിരിക്കട്ടെ. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ അപ്പോൾ ഇത്തരത്തിൽ സി വി മാർത്താണ്ഡവർമ്മയിൽ അവതരിപ്പിക്കുന്ന ഈ ഒരു ഇത് കഴിഞ്ഞ് നമ്മൾ ധർമ്മരാജയിലേക്ക് എത്തുമ്പോൾ അവിടെ വലിയൊരു മാറ്റം സി വിയുടെ കൃതികൾക്ക് ഉണ്ടാകുന്നതായി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അതേസമയം തന്നെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ചില മറച്ചുവെക്കലുകളോ ചില മാറ്റം വരുത്തലുകളോ ഒക്കെ
ഒരു അധികാര പക്ഷത്ത് നിന്നുള്ള അവിടെയും സി വിയിൽ അത് ഉണ്ട്, ആ കൃതികളിലും ഉണ്ട്. അതിലേറ്റവും പ്രധാനം അന്നത്തെ ഇംഗ്ലീഷുകാരുമായിട്ടുള്ള അന്നത്തെ രാജാക്കന്മാരുടെ ബന്ധം അല്ലെങ്കിൽ അവരുടെ സ്വാധീനം മാർത്താണ്ഡവർമ്മ മറച്ചു വയ്ക്കുന്നു എന്നുള്ളത് ആണ്. പക്ഷേ മാർത്താണ്ഡവർമ്മ മുതൽ തുടങ്ങുന്ന ഒരു ഇംഗ്ലീഷ്, അതിന് മുമ്പ് തന്നെ അഞ്ചുതെങ്ങ് കലാപമൊക്കെ നമുക്ക് അറിയാം. എന്നാൽ രാജാധികാരം ഈ ഇംഗ്ലീഷുകാരോട് എത്രമാത്രം കടപ്പെട്ട് കിടക്കുന്നു എന്ന ചരിത്ര വസ്തുതകൾ, അത് രഹസ്യമായ ചരിത്ര വസ്തുതകളൊന്നുമല്ല. സി വിയുടെ കാലഘട്ടത്തിലാകട്ടെ അത് ഏറ്റവും പ്രത്യക്ഷമായി നിന്നിരുന്ന കാലഘട്ടവും ആണ്. ആദ്യമായി ധർമ്മരാജാവിനെ, കാർത്തികനാൾ രാജാവ്, മാർത്താണ്ഡവർമ്മയുടെ അനന്തരവനായ കാർത്തികനാൾ രാജാവിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ആദ്യമായി ഒരു റെസിഡൻറ്റ് എന്നൊരു സങ്കല്പം വരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ഈ ഒരു പടയോട്ടങ്ങൾ, മാർത്താണ്ഡവർമ്മ ശക്തനായ ഭരണാധികാരിയാണ്, ക്രൂരനായ ഭരണാധികാരിയാണ്, അത് വേറെ. ആ ക്രൂരതയും സി വി മറച്ചു വയ്ക്കുന്നുണ്ട്. വളരെ ദയാലുവായ ഒരാളായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അതൊക്കെ പോട്ടെ. ഇത്തരത്തിൽ മാർത്താണ്ഡവർമ്മയുടെ പടയോട്ടങ്ങൾ ഏകദേശം ചങ്ങനാശ്ശേരി അങ്ങ് അതുവരെ കൊച്ചി രാജ്യത്തിൻ്റെ അതിരുകൾ വരെ വെട്ടിപ്പിടിക്കുന്ന പടയോട്ടങ്ങൾക്ക് പിറകിൽ ഇംഗ്ലീഷുകാരുടെ സൈനിക ശക്തി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. കാരണം മാർത്താണ്ഡവർമ്മ ആദ്യകാലം മുതൽ തന്നെ ഇംഗ്ലീഷുകാരുമായി സൗഹൃദത്തിൽ, ഒരു സമാനമായ സൗഹൃദത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നതിന് തെളിവുകൾ ഉണ്ട്. പല കൊല്ലവും കായംകുളവും ഒക്കെ ആക്രമിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ സഹായം മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. അഞ്ചുതെങ്ങിലെ ഇംഗ്ലീഷുകാരുടെ സഹായമൊക്കെ മാർത്താണ്ഡവർമ്മയ്ക്ക് ലഭിക്കുന്നുണ്ട്. തിരുവിതാംകൂർ ചരിത്രം എഴുതുമ്പോൾ ടി ശക്കുണ്ണി മേനോൻ രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു കേട്ടുകേൾവി എന്നുള്ളതിൽ രേഖപ്പെടുത്തുന്നതാണ്. മാർത്താണ്ഡവർമ്മയുടെ അന്ത്യാഭിലാഷത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. തൻ്റെ മരണാസന്ന സമയത്ത് മാർത്താണ്ഡവർമ്മ തൻ്റെ അനന്തരവനായ, അതായത് അടുത്ത രാജ്യാവകാശിയായ കാർത്തിക തിരുനാളിനെ അരികിൽ വിളിക്കുകയും തൻ്റെ ഒരു അന്ത്യാഭിലാഷമെന്ന നിലയിൽ ഇംഗ്ലീഷുകാരെ ഒരു കാരണവശാലും പിണക്കരുത് എന്നൊരു സന്ദേശം നൽകുകയും ചെയ്യുന്നതായിട്ട് ശകുണ്ണി മേനോൻ രേഖപ്പെടുത്തുന്നു. അപ്പോൾ അത് പിന്നീടും തിരുവിതാംകൂർ രാജവംശം തുടർന്നു വന്നിട്ടുള്ളതായി നമുക്ക് കാണാം. കാർത്തിക തിരുനാളിൻ്റെ കാലം എത്തിയപ്പോഴേക്കും അതൊരു വിധേയത്വത്തിൻ്റെ സ്വഭാവത്തിലേക്ക് ആ ബന്ധം മാറുന്നുണ്ട്. തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ഒരു റെസിഡൻറ്റ് സായിപ്പ്, അതായത് ജോർജ് പൗണി എന്നയാൾ, കൊട്ടാരത്തിൽ എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഉദ്യോഗസ്ഥൻ, കൊട്ടാരത്തിൽ താമസിച്ച് അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് അപ്പോഴത് എത്തിച്ചേരുന്നു. അപ്പോൾ ഇങ്ങനൊരു ദാസ്യം, അതും ടിപ്പു ഹൈദർ കപ്പം ആവശ്യപ്പെടുമ്പോൾ, തിരുവിതാംകൂറിനോട് കപ്പം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹം ധർമ്മരാജാവ് നൽകുന്ന മറുപടിയിലും അത് ഉണ്ട്. അതൊക്കെ രേഖകളാണ്. തങ്ങൾ കർണാടക നവാബിൻ്റെ സാമന്തരാണ് എന്നും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഖ്യകക്ഷിയാണ് എന്നുമൊക്കെയാണ് അദ്ദേഹം മറുപടി നൽകുന്നത്. പക്ഷേ ടിപ്പുവിൻ്റെ ആക്രമണ സമയത്ത് മദ്രാസ് ഗവൺമെൻറ് ചില അസ്വാരസ്യങ്ങളുടെ പേരിൽ മദ്രാസ് ഗവൺമെൻറ് ഇടപെട്ട് ഇംഗ്ലീഷ് സൈനികരെ ടിപ്പുവിൻ്റെ ആക്രമണത്തെ ചെറുക്കാൻ ഉപയോഗിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദയനീയമായ അപേക്ഷകൾ ആ സമയത്ത്, ആ രേഖകളൊക്കെ ലഭ്യം ആയിട്ടുള്ള രേഖകളാണ്. മദ്രാസ് ഗവൺമെൻറ്റിന് കാർത്തികനാൾ അയക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും കുറച്ച് പേരെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് അവർ വഴങ്ങുന്നില്ല. പിന്നീടത്തെ ചരിത്രം നമുക്കറിയാം. വേലുത്തമ്പി തളവയുടെ കാലത്ത് സമ്പൂർണ്ണമായിട്ട് ഏകദേശം ഭരണം ബ്രിട്ടീഷുകാർക്ക് അടിയറ വയ്ക്കുന്ന രീതിയിലുള്ള നീക്കം വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവുകയും പിന്നീട് അവരുമായിട്ടുള്ള അസ്വാരസ്യം ഉണ്ടാവുമ്പോൾ വേലുത്തമ്പി ശത്രുവായിട്ട് മാറുകയും പിന്നീട് കഥകളൊക്കെ നമുക്കറിയാം. എന്തായാലും ഇതൊക്കെ സി വിക്ക് അറിയാത്തതല്ല. ഇംഗ്ലീഷുകാരുടെ സാന്നിധ്യം എത്രമാത്രം തിരുവിതാംകൂറിൻ്റെ ഭരണക്രമത്തിൽ ശക്തമാണ് എന്നുള്ളത്. പക്ഷേ ഈ നോവലുകളിലൊന്നും സി വി അത്തരത്തിൽ ഇംഗ്ലീഷുകാരെ മറച്ചു പിടിക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ ഒഴികെ അത് മറച്ചു പിടിച്ചുകൊണ്ട് തിരുവിതാംകൂർ എന്ന് പറയുന്നതിൻ്റെ ശക്തി അത് സ്വകീയമായൊരു ശക്തിയാണ് എന്ന ഒരു ധാരണ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. രാമരാജ ബഹദൂറിൽ അത്തരം ഒരു
സന്ദർഭം ഉണ്ട്. അതായത് മൈസൂർ ഗവൺമെൻറ്റുമായിട്ട്, ആക്രമണത്തിന് മുൻപ് മൈസൂർ ഗവൺമെൻറ്റുമായിട്ട് തിരുവിതാംകൂർ ചർച്ച നടത്തുകയാണ്. അപ്പോൾ മൈസൂർ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ട് അജിത സിംഹൻ എത്തിച്ചേരുന്നു. തിരുവിതാംകൂറിൻ്റെ പ്രതിനിധിയായിട്ട് അന്നത്തെ ദിവാനായി മാറിയ രാജാ കേശവദാസ് ആണ് ചെല്ലുന്നത്. അങ്ങനെ ഇവർ ചർച്ച നടത്തുമ്പോഴേക്കും അജിത് സിംഹൻ പറയുന്നു, തിരുവിതാംകൂറിൻ്റെ തൂണിൽ തൻ്റെ കുതിരയെ കെട്ടാമെന്ന് ടിപ്പു പ്രതിജ്ഞ ചെയ്തു പോയി എന്ന് ഹാസ്യരൂപേണ അജിത് സിംഹൻ പറയുമ്പോൾ, തിരിച്ച് രാജാ കേശവദാസൻ്റെ മറുപടി എന്ന് പറയുന്നത്, കെട്ടുന്നത് മൈസൂരിലെ ശ്രീരംഗപട്ടണത്തെ തൂണിലും കുതിര എൻ്റേതുമാകാം എന്ന് പറയുന്നുണ്ട്. വളരെ ആത്മാഭിമാനത്തോടെയുള്ള വളരെ രോമാഞ്ചനകമായ മറുപടിയാണ് ഒരു കൊച്ചു രാജ്യം വലിയൊരു സൈനിക ശക്തി മുമ്പിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് വളരെ രോമാഞ്ചദായകമായൊരു രംഗമായിട്ട് തന്നെയാണ് CV അത് അവതരിപ്പിക്കുന്നത്. പക്ഷേ ആ ഒരു സാന്നിധ്യം അവിടെ CV പരാമർശിക്കുന്നുണ്ട്. ക്യാപ്റ്റൻ ഫ്ലോറി എന്ന് പറയുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക ഉദ്യോഗസ്ഥൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണത് പറയുന്നത് നമുക്ക് വ്യക്തം ആണ്. അപ്പോൾ സഹായം കിട്ടുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഘട്ടത്തിലാണ് പറയുന്നത്. ഇംഗ്ലീഷ് സൈനിക ശക്തിയോടുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ദിവാന മറുപടി പറയുന്നത്. കാരണം നിങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിന് ഇംഗ്ലീഷ് സാന്നിധ്യം നമ്മളൂടെ ഉണ്ട് എന്നുള്ളത്. പക്ഷെ CV അത് അവതരിപ്പിക്കുന്നത് ഒരു കൊച്ചു രാജ്യം ഒരു വലിയ രാജ്യത്തോട് നടത്തുന്ന രോമാഞ്ചജനകമായ ഒരു മറുപടി. നമ്മൾ ഉക്രൈൻ, റഷ്യ ഇതിലൊക്കെ സെലൻസ്കിയുടെ ആ വാക്യങ്ങളൊക്കെ അങ്ങനെ പറയുന്ന രീതിയിൽ പത്രങ്ങൾ, മീഡിയ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പക്ഷെ പിന്നിൽ നാറ്റോ സഖ്യം ഉണ്ട് എന്നുള്ളത് അത് പ്രത്യക്ഷത്തിലത് വരികയും ഇല്ല. അപ്പോൾ അതുപോലൊരു സന്ദർഭമാണിത്. അപ്പോൾ അത്തരത്തിൽ CV ഇംഗ്ലീഷ് വിധേയത്വം, തിരുവിതാംകൂർ ഗവൺമെൻറ്റിൻ്റെ ഇംഗ്ലീഷ് വിധേയത്വം വളരെ ബോധപൂർവം മറച്ചു പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ അത് മറച്ചു പിടിക്കുകയും CV ജീവിച്ചിരുന്ന കാലഘട്ടത്തിലും ഇവരോടൊക്കെ വളരെയധികം വിധേയത്വം എന്നുള്ളത് ഒരു അടിമത്തം എന്ന നിലയിലല്ല എന്ന് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ PK പരമേശ്വരൻ നായർ പറയുന്നുണ്ട്. ഒരു തുല്യ നിലയിലുള്ള ഒരു ഒത്തുതീർപ്പ് ആണ് ശ്രീമൂലം തിരുനാളിനോടും ശങ്കരൻ തമ്പിക്കും. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാക്കന്മാരിൽ ഏറ്റവും കുപ്രസിദ്ധനായ ഒരാളാണ് ശ്രീമൂലം തിരുനാൾ. അതുപോലെ കുപ്രസിദ്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് ശങ്കരൻ തമ്പി. എന്നാൽ ഇവർക്ക് രണ്ടുപേരോടും CVക്ക് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവം ആണ്. തൻ്റെ നോവലുകൾക്കെല്ലാം അദ്ദേഹം പേരിട്ടിരിക്കുന്നത് 3 നോവലിനും പേരിട്ടിരിക്കുന്ന രാജാക്കന്മാരുടെ പേരുകളാണ്. മാർത്താണ്ഡവർമ്മ എന്ന പേരും പിന്നെ ധർമ്മരാജ, രാമരാജ ബഹദൂർ, ഇത് രണ്ടും കാർത്തിക തിരുനാളിൻ്റെ വിളിപ്പേരുകളും ആണ്. ധർമ്മരാജ നോവൽ സമർപ്പിച്ചിരിക്കുന്നത് ശ്രീമൂലം തിരുനാൾ രാജാവിനാണ്. രാമരാജ ബഹദൂർ സമർപ്പിച്ചിരിക്കുന്നത് ശങ്കരൻ തമ്പിക്ക് ആണ്. പ്രത്യക്ഷത്തിൽ അന്ന് വളരെ ശക്തമായ രാജവിരുദ്ധ സമരങ്ങൾ പുറത്ത് നടക്കുന്ന, പ്രത്യേകിച്ചും സ്വദേശാഭിമാനിയുടെയൊക്കെ തൂലികയിലൂടെ നടക്കുന്നൊരു കാലഘട്ടവും ആണ്. ഈ കാലഘട്ടത്തിലും CV രാജഭരണത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ ഒരു വൈരുദ്ധ്യാത്മകമായ മറ്റൊരു വശം എന്ന് പറയുന്നത്, ഈ ധർമ്മരാജയിലും രാമരാജ ബഹദൂറിലേക്കും എത്തുമ്പോൾ ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ CV ചരിത്രത്തെ സർഗാത്മകമായി പുനഃസൃഷ്ടിക്കുമ്പോൾ അതൊരു ജനപക്ഷ വായനയായി മാറുന്നു എന്നുള്ളത് ആണ്. അതൊരു അധികാരപക്ഷ വായനയല്ല. രണ്ട് രാജാക്കന്മാർ, ഇപ്പം മാർത്താണ്ഡവർമ്മയെ സംബന്ധിച്ച് അവിടെയുള്ള അത് ഒരു അധികാര തർക്കം ആണ്. ആര് രാജാവാകും എന്നാണ്. ഇപ്പോൾ മാർത്താണ്ഡവർമ്മയോടൊപ്പം CV നിൽക്കുന്നു, അത് ഒരു അധികാരപക്ഷമാണ്. ഇനി തമ്പിമാരോടൊപ്പം നിന്നാണ് CV അത് ആഖ്യാനം. ഇപ്പോൾ വലിയ തമ്പി, കുഞ്ചു തമ്പി കഥ, തെക്കമ്പാട്ട് പോലുള്ളതിൽ തമ്പിമാരുടെ ആഖ്യാനം ആണ്. അവിടെ അനന്തപത്മനാഭൻ എന്ന് പറയുന്നത് ഏത് വംശത്തിൽ പിറന്നയാളായാലും അയാൾ മാർത്താണ്ഡവർമ്മയെ സഹായിക്കുന്ന, രാജപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരത്തിൽ വളരെ പ്ലെയിനായിട്ടുള്ള ഒരു അധികാര തർക്കം ആണ് അത്.
ഇപ്പോൾ രാമനും രാവണനും പോലെ ഇപ്പോൾ രാമപക്ഷം നിൽക്കുന്നവരുണ്ട്, രാവണപക്ഷം നിൽക്കുന്നവരും ഉണ്ട്. രാമനും രാവണനും തമ്മിലുള്ള ഒരു അധികാര തർക്കം. പക്ഷെ അതിനിടയിൽ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവരും അതിനിടയിൽ യുദ്ധത്തിൽ നിസ്സാരരായി കൊല്ലപ്പെട്ടു പോകുന്നവരും ഒക്കെയുള്ള, ഇല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ പ്രശ്നം അവിടെയൊന്നും വരുന്നില്ല എന്നുള്ളത്. മറിച്ച് ധർമ്മരാജനെയും രാമരാജബഹദൂറിലും എത്തുമ്പോൾ പ്രത്യക്ഷത്തിൽ CV ഈ പക്ഷം പിടിക്കുന്നുണ്ട് എങ്കിലും അതിനെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള വലിയൊരു ആഖ്യാനത്തെ CV നിറച്ചു വയ്ക്കുന്നു തൻ്റെ നോവലിൽ. അത് ആ നോവലിൻ്റെ കരുത്ത് അത് തന്നെയാണ്. അത് പല സ്ഥലങ്ങളിലും CV സൂചിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ ധർമ്മരാജയിൽ ഇപ്പോൾ രാജാവിൻ്റെ മഹത്വവൽക്കരണമാണെന്നല്ല പറയുന്നത്. പക്ഷെ ധർമ്മരാജയിൽ രാജാവിനെ എതിർക്കുന്ന ഒരു ജനപക്ഷം എന്നൊന്നും അതിനെ നമുക്ക് പൂർണ്ണമായി പറയാനൊന്നും പറ്റില്ല. എങ്കിലും അദ്ദേഹത്താൽ അനാഥമാകപ്പെട്ട ഒരു തറവാട്, കഴക്കൂട്ടത്ത് തറവാടിൻ്റെ ഒരു ഇങ്ങേയറ്റത്തെ ഒരു കണ്ണി പ്രതികാരം വീട്ടാനായി തിരുവിതാംകൂറിലേക്ക് വരികയാണ് സന്യാസ വേഷത്തിൽ, ഹരിപഞ്ചാരൻ. അപ്പോൾ ഈ ഹരിപഞ്ചാരനെയും രാജാവിനെയും തമ്മിൽ CV സാമ്യപ്പെടുത്തുന്ന ഒരു രംഗം ഉണ്ട്. രാജാവിൻ്റെ കണ്ണുകൾക്ക് വനമാർജാരൻ്റെ വീക്ഷണ സൂക്ഷ്മതയുണ്ടായിരുന്നുവെങ്കിൽ ഹരിപഞ്ചാരൻ്റെ കണ്ണുകൾ അനേകം യോജന ദൂരെ നിന്ന് ലങ്കാനഗരത്തെ സുവ്യക്തമായി ദർശനം ചെയ്ത സമ്പാദി എന്ന ഗൃധ്രവരൻ്റേതായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് 100 യോജന അപ്പുറത്തുള്ള ലങ്കയിലെ കാഴ്ചകൾ കണ്ട സമ്പാദിയുടെ കണ്ണാണ് ഹരിപഞ്ചാരൻ്റേതെങ്കിൽ, രാജശത്രുവിൻ്റേതെങ്കിൽ രാജാവിൻ്റേതൊരു കാട്ടുപൂച്ചയുടെയൊക്കെ വരുന്ന ഒരിതാണ്. ഈ ഒരു താരതമ്യത്തിൽ തന്നെ CV രാജപക്ഷത്തെ യഥാർത്ഥത്തിൽ അട്ടിമറിക്കുന്നുണ്ട്. രാജാവിനെ ഇങ്ങനെ പുകഴ്ത്തി വലിയ മഹാനെ, ഇപ്പോൾ മാർത്താണ്ഡവർമ്മയെ പുകഴ്ത്തി ഏറ്റവും നല്ല സൽഗുണസമ്പന്നനായ വളരെ ദയാലുവായ ഇങ്ങനെയൊക്കെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ ധർമ്മരാജനും രാമരാജബഹദൂറിലും എത്തുമ്പോഴേക്കും രാജാവ് ഒരു സാന്നിധ്യമേ അല്ല. ഇത്തരത്തിൽ അവിടെ നിൽക്കുന്ന ഒരാൾ എന്നൊരു സാന്നിധ്യം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന 2 പക്ഷങ്ങൾ ആണ്. രാജാവിൻ്റെ ആശ്രിതരും അതിനെ എതിർക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ വരുന്ന ചില ഇടപ്രഭുക്കന്മാരോ, ഇല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലലഞ്ഞ് മോഷണം നടത്തി വലിയ പണക്കാരനായ ഒരാളോ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ലൈംലൈറ്റിലേക്ക് എത്തിച്ചേരുകയും അവർ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളായിത്തീരുകയും ചെയ്തു. CV-യുടെ ഖലനായകന്മാർ എന്നാണ് പൊതുവെ അവർ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന കഥാപാത്രം, പെരിഞ്ചക്കോടൻ എന്ന് പറയുന്ന കഥാപാത്രം, ഇവർ രണ്ടുപേരും തന്നെയാണ് ഏറ്റവും. ഇപ്പോൾ ധർമ്മരാജയിൽ തുടങ്ങുന്ന ചന്ദ്രക്കാരൻ രാമരാജബഹദൂറിൽ എത്തുമ്പോൾ അത് രാമരാജബഹദൂറിലാണ് ഏറ്റവും ശക്തമായിട്ട് ഉള്ളത്. വളരെ ശക്തമായ രീതിയിലുള്ള ജനപക്ഷമെന്ന് നമുക്ക് ഒരുപക്ഷെ വിളിക്കാവുന്ന തലത്തിലേക്ക് അവർ ആ കഥാപാത്രങ്ങൾ ആയിത്തീരുന്നുണ്ട്. എല്ലാം തുടങ്ങുന്നത് വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിൽ തന്നെ. ഇപ്പോൾ ചന്ദ്രക്കാരൻ ആദ്യം വിചാരിക്കുന്നത് തനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടണം എന്ന് മാത്രമാണ്. ധർമ്മരാജയിൽ തനിക്കൊരു മന്ത്രിസ്ഥാനം കിട്ടണം, അതോടെ താൻ രാജാവിൻ്റെ സേവകനായാൽ താൻ തൃപ്തനാണ്. അതിനപ്പുറമുള്ള ചിന്തയൊന്നുമില്ല. അതിന് അഞ്ചുതെങ്കിലും ഇംഗ്ലീഷുകാരുടെ സഹായമൊക്കെ തേടാമെന്നൊക്കെ ചിന്തയുള്ള ഒരാളാണ്. പക്ഷേ തൻ്റെ ജീവിതത്തിലേക്ക് രാജാധികാരം ഇരച്ച് കയറുന്ന സമയത്ത് അവർ മറ്റൊരു വ്യക്തിയായി മാറത്തിരുന്നു. പിന്നെ ഈ അധികാരം, രാജാവ് എന്നുള്ളൊരു ഈ അധികാരത്തെ എതിർക്കുക എന്ന ഒരു പൂർണ്ണമായ ഒരു ഡെഡിക്കേഷനിലേക്ക് ആ കഥാപാത്രങ്ങൾ എത്തുന്നതാണ്. അപ്പോൾ പെരിഞ്ചക്കോടനായാലും അയാളും രാജാവിൻ്റെ അന്നത്തെ ദിവാനായ കേശവദാസിൻ്റെ ബന്ധുവാണ്. രാജാവ് തൻ്റെ ആശ്രിതന് ഒരുപാട് സ്ഥാനം കൊടുത്തപ്പോൾ ഇയാൾക്ക് സ്ഥാനം നഷ്ടപ്പെടുന്നു, ഇയാളുടേതുള്ളത് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇയാൾ പറപാണ്ട എന്ന പേരിലൊരു തസ്കരനായിട്ടൊക്കെ നിന്ന് പല രീതിയിൽ ധനം സമ്പാദിച്ച് വലിയ പെരിഞ്ചക്കോടൻ എന്നുള്ള ഒരു പുറം പ്രതാപവും ഉള്ളിൽ പറപാണ്ട എന്ന തസ്കരനും ഒക്കെ ആയിട്ട് അയാൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴും ടിപ്പുവിനോട് അയാൾക്ക് ചില ബന്ധങ്ങളുണ്ട്. ടിപ്പുവിനുമായിട്ട് ബന്ധമില്ലായിരുന്നെങ്കിൽ രാജാവിൻ്റെ ആളാവാമായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷെ ഒരിക്കൽ രാജസേവകർ തൻ്റെ ഇലങ്കത്തിലേക്ക് ആക്രമിച്ച് വരുമ്പോഴേക്കും പെട്ടെന്ന് അയാൾക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ സേവനം എന്ന് പറയുന്നത്
അത് വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അത് ചന്ദ്രക്കാരനും പറയുന്നുണ്ട്, പെരിഞ്ചക്കോടനും പറയുന്നുണ്ട്. സേവനം എന്നുള്ളത് ഒരു അധകൃതത്വമാണ് എന്ന് ആ ഒരു രീതിയിൽ തന്നെയാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെ ഇയാൾ ഒരു പ്രതിജ്ഞ ചെയ്യുകയാണ്. അവരുടെ കരുവക്കല്ലും താൻ ഇളക്കും എന്ന് പറഞ്ഞ് രാജാധികാരത്തിന് എതിരെ അയാൾ തിരിയുകയാണ് ചെയ്തത്. താൻ എത്ര തന്നെ സേവനം ചെയ്താലും രാജാവിൻ്റെ മുമ്പിൽ താൻ ബഹുമാന്യനാവണമെങ്കിൽ താൻ അതിനെ എതിർക്കണം എന്ന നിലപാട് വളരെ കൃത്യമായിട്ട് സി വി അത് പറയുന്നുണ്ട്. ഈ അധികാരത്തെ അവർ ഈ രണ്ട് കഥാപാത്രങ്ങളും പ്രത്യേകിച്ചും പെരിഞ്ചക്കോടനും ചന്ദ്രക്കാരനും ഒരു അധികാരത്തോടും അവർ വിധേയരല്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ്. അവർ മറ്റു പലരുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നു. ഇപ്പോൾ ടിപ്പുമായിട്ട് ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. അതേസമയം രണ്ടുപേരും ടിപ്പുവിനെ തള്ളി പറയുന്നുണ്ട്. ചന്ദ്രക്കാരൻ ടിപ്പുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ ചുട്ടുകൊല്ലുകയാണെങ്കിലും ചുട്ടു വന്നോട്ടെ, താനെങ്കിലും അതിനു മുന്നിൽ തലകുനിക്കില്ല. അത് ടിപ്പുവിന് മുന്നിലായാലും ശരി, മഹാരാജാവിന് മുന്നിലായാലും ശരി. അതിനകത്ത് രാമനോ രാവണനോ എന്നുള്ള വ്യത്യാസമില്ല. അത് ഈ ഒരു അധികാര സ്ഥാനത്തെ തൻ്റെ അഭിമാനം വ്രണപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, കാരണം അഭിമാനം എന്നുള്ള വാക്ക് വളരെ പ്രധാനമായ ഒരു കാലഘട്ടം ആണ് സി വിയുടെ കാലഘട്ടം. അത് വിജയമാഷ് ആവർത്തിച്ച് പല ഘട്ടങ്ങളിൽ ആശാനം മുൻനിർത്തി പറയുന്നുണ്ട്. അഭിമാനിനിയാം സ്വകാന്തയിൽ കൃപയാൽ ദേവഭവാൻ ക്ഷമിക്കുക എന്ന് പല പ്രസംഗങ്ങളിൽ വിജയമാഷ് ആവർത്തിച്ച് ഈ ഒരു അഭിമാന ബോധത്തെക്കുറിച്ച്, ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ഈ ഒരു അഭിമാന ബോധത്തെക്കുറിച്ച്, താൻ എന്ന ഒരു വ്യക്തിത്വം രൂപപ്പെട്ടു വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ച് വിജയമാഷ് ധാരാളം സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കാലഘട്ടം ആണ്. അവിടെ ഒരു വ്യക്തി എന്ന നിലയിൽ ഒരു ആത്മാഭിമാനം വീണ്ടെടുക്കുന്ന ഒരു പ്രക്രിയ ആ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നുണ്ട്. അതാണ് നവോത്ഥാന സമരം എന്ന് പറയുന്നത്. ആ അഭിമാനം വീണ്ടെടുക്കലിൻ്റെ, പലതരത്തിൽ അധകൃതമാക്കപ്പെട്ട ജീവിതങ്ങളുടെ ഒരു ആത്മാഭിമാനം വീണ്ടെടുക്കലിൻ്റെ ഒരു പ്രക്രിയ കൂടി ആയിത്തീരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ആത്മാഭിമാനം വീണ്ടെടുക്കലിൻ്റെ ഒരു പ്രക്രിയയുടെ പ്രതീകങ്ങളായിട്ട് സി വിയുടെ ഈ കഥാപാത്രങ്ങൾ പല കഥാപാത്രങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ചന്ദ്രക്കാരൻ, പെരിഞ്ചക്കോടൻ എന്നീ കഥാപാത്രങ്ങൾ അവർ ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് കാണാം. തീർച്ചയായും അത്തരം ഒരാൾക്ക് ഒരു നോവൽ വായിച്ച് കഴിയുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് അത് ഒരിക്കലും ഒരു അധികാര വിധേയത്വത്തിൻ്റെതല്ല. നമ്മൾ മനസ്സുകൊണ്ട് സാധ്യപ്പെടുന്ന കഥാപാത്രങ്ങളായിട്ട്, അത്രയും ഉജ്ജ്വലമായ കഥാപാത്രങ്ങളായിട്ട്, ഏറ്റവും വ്യക്തിത്വമുള്ള കഥാപാത്രങ്ങളായിട്ട് ഈ ചന്ദ്രക്കാരനും പെരിഞ്ചക്കോടനും ഈ രണ്ട് കൃതികളിലും, ധർമ്മരാജയിലും രാമരാജബഹദൂറിലും മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. രാജസേവകനായി വരുന്ന അവർ പോലും, രാജാ കേശവപിള്ള എന്ന രാജാ കേശവദാസ് പൂർണ്ണമായും ഒരു രാജദാസനായിട്ടാണ് സി വി അവതരിപ്പിക്കുന്നത്. പക്ഷേ കുഞ്ചേക്കുട്ടിപ്പിള്ള കാര്യക്കാരെ പോലൊരു കഥാപാത്രത്തെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. രാജാവിന് മുന്നിൽ എതിർത്ത് പറയാൻ ത്രാണിയുള്ള ഒരാൾ ആയിട്ട്, രാജാവ് തൻ്റെ സൈന്യത്തിന് പറ്റിയൊരു പിഴവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു ചെറിയ വാളും ഒരു ചെറിയ പടച്ചട്ടയുമല്ലേ ഉള്ളൂ, ബ്രഹ്മകൂർപ്പാസവും വജ്രായുധമൊന്നുമില്ല എന്ന് പറഞ്ഞ് രാജാവിനോട് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോവുകയും പിന്നീട് ടിപ്പുവിൻ്റെ ആക്രമണത്തെ ചെറുക്കാനായിട്ട് ചിറ തുറന്നുവിട്ട് അതിൽ അലിഞ്ഞുചേരുകയും ചെയ്യുന്ന ഒരാളാണ് കുഞ്ചേക്കുട്ടിപ്പിള്ള കാര്യക്കാരൻ. അയാൾ രാജപക്ഷമാണ്. അയാൾ പക്ഷേ യഥാർത്ഥത്തിൽ രാജപക്ഷമല്ല. അയാൾ കേശവപിള്ളയോട് സ്നേഹമുള്ളതുകൊണ്ട് അതിനോടൊപ്പം നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ നിരവധി കഥാപാത്രങ്ങൾ ഇത്തരത്തിൽ വരുന്നുണ്ട്. അത് ഒരു ചരിത്രത്തിൻ്റെയും കൂടെ, അത് സി വിയുടെ കാലത്തെ ഒരു ചരിത്രത്തിൻ്റെയും കൂടെ ഒരു ആഖ്യാനം ആണത്. അതൊരു പഴയ കാലത്തിൻ്റെ ഒരു പകർപ്പ് അല്ല. ആ ഒരു കാലഘട്ടം സി വിയിൽ ഉണ്ടാക്കിയ ചില പരിവർത്തനങ്ങൾ. കാരണം അവിടെ ഒരു മാതൃകയായിട്ട് ഒരാൾ ആ കാലഘട്ടത്തിൽ അന്നുമുണ്ട്. അത് സി വി തന്നെ നോവൽ തന്നെ പറയുന്നുമുണ്ട്. ഗുണമോ ദോഷമോ വകവയ്ക്കാതെ സ്വന്തം ആത്മപൗരുഷം കൊണ്ട് വിധിയെ നേരിടുന്ന അവസ്ഥ ഉള്ള ആൾക്കാർ ഇന്നുമുണ്ട് എന്ന് സി വി എഴുതുന്നുണ്ട്. അത് സി വിയുടെ കാലത്തിൽ നിന്നുകൊണ്ടാണ് സി വി അത് എഴുതുന്നത്. അങ്ങനെ തന്നെയാണ് നോവലിൽ ഇന്നും ഉണ്ട് എന്ന് പറഞ്ഞ് സി വി എഴുതുന്നുണ്ട്. അത് ചന്ദ്രക്കാരനെ പെരിഞ്ചക്കോടനൊക്കെ പരാമർശിക്കുന്ന ഘട്ടത്തിലാണ് അത് പറയുന്നത്. സി വിയുടെ കാലത്തിൽ അന്ന് ഉണ്ടായിരുന്നത് എന്നുവരിൽ ഒരാൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തന്നെയാണ്.
സി വി സ്വദേശാഭിമാനിയെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശം പിന്നീട് ഒരു പുസ്തകത്തിൽ, സാക്ഷാൽ സി വി എന്ന പുസ്തകത്തിൽ ഇരിക്കുന്നുണ്ട്. അവിവേകി എന്നാണ് സി വി അദ്ദേഹത്തെ വെച്ച് അവിവേകി. പക്ഷേ ഈ അവിവേകം എന്ന് പറയുന്നത് ഒരു ആത്മബോധത്തിൻ്റെയാണ്, ആത്മാഭിമാനത്തിൻ്റെയാണ് എന്ന് സി വിക്ക് അറിയാം. അതേ ആത്മാഭിമാനം തന്നെയാണ്, അതേ അവിവേകം തന്നെയാണ് ചന്ദ്രക്കാരനും പെരിഞ്ചക്കോടനും ഒക്കെ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു തലത്തിൽ പ്രത്യക്ഷത്തിൽ സി വി ചരിത്രത്തെ അത്തരത്തിൽ പിൻപറ്റുമ്പോഴും അതിനപ്പുറത്തേക്ക് കടന്നുകൊണ്ട് ഒരു ജനപക്ഷം, അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു ജനപക്ഷത്തിൻ്റെ ചില പൊടിപ്പുകൾ അത് തൻ്റെ നോവലിലേക്ക് കൊണ്ടുവരാൻ സി വിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൻ്റെ ഭാവനാത്മകമായ ഒരു പുനഃസൃഷ്ടി എന്ന് പറയുന്നത്. അത് ചരിത്രത്തെ അതേപടി എടുക്കാനല്ല, ചരിത്രത്തിൻ്റെ ഉള്ളിൽ ഉള്ള സ്പന്ദിക്കുന്ന ഹൃദയത്തെ വീണ്ടെടുക്കലാണ്. വിജയമാഷ് ആദ്യം പറഞ്ഞ പോലെ ആ ഒരു മുന്നറിയിപ്പ്, ഒരു ചരിത്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് ഏറ്റുവാങ്ങലാണ്. അതാണ് സി വി കൃതികളുടെ മേന്മ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി.